നമസ്കാരം. പ്രവാസികളായ ഞങ്ങളുടെ ഒരു എളിയ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്ന സമൂഹത്തിലെ നാനാ തുറകളിലുമുള്ള സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ പ്രമുഖരെയും ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു സ്ക്രീനിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നങ്ങൾ കാണാത്തവർ ആരും തന്നെ നമ്മുടെ ഇടയിലില്ല. ഇത് പ്രവാസ ലോകത്തെ ഒരു കൂട്ടം പ്രവാസികൾ കണ്ട ഒരു സ്വപ്നം. ആ സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ്. അതിന്റെ ഭാഗമായാണ് നിങ്ങളെവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്ന് ക്ഷണിക്കപ്പെട്ട ഒരുപാട് അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ AI ജനറേറ്റഡ് 3D മൂവിയായി മാറിയത് ഷോർട്ട് ഫിലിം സെക്ടറിൽ മലയാളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡ്രിവൺ 3D മൂവിയാണ് സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ്. അതിന്റെ എല്ലാമായ അതിന്റെ സംവിധായിക, എഴുത്തുകാരി, ഡയലോഗ് ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട ശ്രീമതി ലിനി സ്റ്റാൻലി എന്റെ അടുത്ത് നിൽപ്പുണ്ട്. ബഹ്റൈനിലെ സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അവരുടെയും സ്വപ്നത്തിന്റെ ഒരു സാക്ഷാത്കാരമാണ്. സുഹൃത്തുക്കളെ, മൂവി 22 മിനിറ്റേ ഉള്ളൂ. മൂവിയിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീ ഇടത്തൊടി ഭാസ്കരൻ സാറിന്റെ ഒരു പ്രൊഫൈൽ വീഡിയോയിലേക്ക്. പ്രാഥമിക വിദ്യാഭ്യാസം പേരൂർ ASB എയ്ഡഡ് സീനിയർ ബേസിക് സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിലും ഉന്നത വിദ്യാഭ്യാസം NSS കോളേജ് ഒറ്റപ്പാലത്തും പൂർത്തിയാക്കി. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയിരുന്നു. ബേസിക് സ്കൂളിലെ വാർഷികാഘോഷ പരിപാടിക്ക് ഒരു നാടകത്തിൽ മുഴുനീള ഗ്രഹനാഥ വേഷം അവതരിപ്പിച്ചുകൊണ്ട് അരങ്ങിലേക്ക് രംഗപ്രവേശം ചെയ്തു. പിന്നീട് ഹൈസ്കൂളിൽ ഏകാന്ത നാടകമായ ശുദ്ധമദ്ദളത്തിൽ തുടങ്ങി നിരവധി നാടകങ്ങൾ അഭിനയിക്കുകയുണ്ടായി. 1983 മുതൽ പ്രവാസ ജീവിതം ആരംഭിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം സൗദി അറേബ്യയിൽ ജോലിയിൽ വ്യാപൃതനായതോടെ കലാരംഗത്തു നിന്നും താൽക്കാലികമായി വിട്ടുനിന്നു. എങ്കിലും പ്രവാസ ലോകത്ത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് WMC, BDK തുടങ്ങി നിരവധി സംഘടനകളുടെ നേതൃത്വ നിലയിലും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കലാജീവിതത്തോടുള്ള അടങ്ങാനാവാത്ത അഭിനിവേശം കാരണം അദ്ദേഹം നാട്ടിൽ കിരാത എന്നൊരു ആക്ഷൻ ത്രില്ലർ സിനിമ നിർമ്മിക്കുകയും അതിൽ ഒരു കഥാപാത്രം അഭിനയിച്ചുകൊണ്ട് സിനിമാ ലോകത്ത് കാൽവയ്പ് നടത്തിയിരിക്കുന്നു. കൂടാതെ ഇടത്തൊടി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബാനറിലൂടെ ഷെൽട്ടർ എന്ന ആന്തോളജി ഫിലിം ബഹ്റൈനിൽ റിലീസിനൊരുങ്ങുന്നു. ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്ന 3D AI അനിമേഷനിലൂടെ കടന്നുപോകുന്ന ആദ്യത്തെ മലയാള ഹ്രസ്വ ചിത്രമായ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എടത്തോടി ഫിലിംസിന്റെ മറ്റൊരു പൊൻതൂവലായി മാറുന്നു. സാമൂഹിക നന്മയ്ക്കും മാനുഷിക മൂല്യത്തിനും കലയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിനോടൊപ്പം വ്യാവസായിക രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ശ്രീ ഇടത്തൊടി ഭാസ്കരന്, നമ്മുടെ സ്വന്തം ഭാസ്കരേട്ടന് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു.
താങ്ക് യു. എല്ലാ ആശംസകളും നേരുന്നു. ടീം കിരാത ആൻഡ് ശ്രീ ഇടത്തൊടി കെ ഭാസ്കരൻ. നമ്മുടെ ഈ സംരംഭത്തിന്റെ തുടർച്ചയായിട്ട് ബഹ്റൈനിൽ തന്നെ ചിത്രീകരിച്ച മറ്റൊരു ഷോർട്ട് ഫിലിം, അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂടി കാണിക്കുകയാണ്. ഇടത്തൊടി കെ ഭാസ്കരൻ ലിൻസ മീഡിയയുടെ സഹകരണത്തോടെ ബഹ്റൈനിലാണ് പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സംവിധായിക ലിനി സ്റ്റാൻലിയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഉൾപ്പെടെ ഇതിന്റെ ഡയലോഗ് ഉൾപ്പെടെ എല്ലാം എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 3D സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ ആദ്യത്തെ ഹ്രസ്വചിത്രമാണ്. അപ്പോൾ നിങ്ങളുടെ എവരുടെയും അനുവാദത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കുന്നു. ഓവർ ടു അവർ ഷോർട്ട് മൂവി സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ്. താങ്ക് യു. ഡയറക്ടർ 10 വർഷം മുമ്പേ എഴുതിയ ഒരു കവിതയാണ്. ആ കവിതയെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഞാനിത് ലിനിയെ നേരത്തെ തന്നെ അനുമോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ അനുമോദനത്തിന് വേണ്ടിയാണ് ലിനി നിൽക്കുന്നത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ദിവസം ഈ നിള തിയേറ്ററിലേക്ക് ഇതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ വിശിഷ്ടാതിഥികളെയും എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ. ഇത് വിനോദ് സാർ പറഞ്ഞ പോലെ 2010 ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു കവിതയായിരുന്നു. ഞങ്ങളുടെ കാത്തലിക് ആ ഒരു രീതിയിലുള്ള ഒരു തീം തന്നു. അബോഷനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി. അപ്പോൾ അതിന് രൂപതാലത്തിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. പിന്നെ 2010 അത് വിട്ടു. അത് കഴിഞ്ഞ് വിനോദ് ആറ്റിങ്കൽ ഡയറക്ടറാണ് ബഹ്റൈനിലുള്ള. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഒരു കോമ്പറ്റീഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എന്താ ഞാൻ എഴുതാമെന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നീ 2010 എഴുതിയ ആ കവിത ഒന്ന് ടീം ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആകെപ്പാടെ ഈ ഇത്രയും സ്ട്രൈക്കായിട്ട് അതിപ്പോഴും മനസ്സിൽ നിൽപ്പുണ്ടല്ലോ. അത് 2024 ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നത്. മെയ്യിൽ ജൂണിൽ ഞങ്ങളതിൻ്റെ ഷൂട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രചോദനമാണ് ഇതിന് ആധാരം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ബഹ്റൈനിലും പിന്നെ അത് ഇവിടെ വരെയും കൊണ്ടെത്തിച്ചത് ദൈവം ചിലപ്പം അന്നത്തെ അദ്ദേഹത്തിൻ്റെ പദ്ധതി പ്രകാരമായിരിക്കാം. ഇങ്ങനെ ഒരു ഓഡിയൻസിന് മുമ്പിൽ ഈ ഒരു നല്ലൊരു തിയേറ്ററിൽ ഇത് അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് അദ്ദേഹം അന്ന് പ്ലാൻ ചെയ്തായിരിക്കും ദൈവം. അപ്പോൾ അദ്ദേഹത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആധാരം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് വലിയ ക്രൂസ് അവിടെ ഉണ്ടായിരുന്നു. വിനോദ് ആറ്റിക്കൽ തൊട്ട് വിനോദ് നാരായണൻ. പിന്നെ എല്ലാത്തിനും ഉപരി ഞങ്ങളുടെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ എന്തായാലും ഇതിനൊരു ഫിനാൻഷ്യൽ നമുക്ക് നന്നായിട്ട് ആവശ്യമാണ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും നമ്മുടെ നെടുന്തൂണായിരുന്നത് ശ്രീ ഇടത്തൊടി ഭാസ്കരൻ സാറാണ്. ഇടത്തൊടി ഭാസ്കരൻ സാർ പ്രൊഡ്യൂസറാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ തണലുമായിട്ട് ഞങ്ങൾക്ക് അന്ന് തൊട്ട് ഇപ്പോൾ വരെ ഞങ്ങൾക്ക് നിന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കിരാത എന്ന മൂവിയുടെ ആ ഒരു ഷൂട്ടും അതിൻ്റെ എഡിറ്റിങ്ങും അതിൻ്റെ എല്ലാ തിരക്കുകൾക്കിടയിലും അദ്ദേഹം ഇതിന് നമുക്ക് സപ്പോർട്ടായിട്ട് നിന്ന് ഒത്തിരി താങ്ക്സ് പറയുന്നു. വളരെ നല്ലൊരു ആശയം. മക്കളെ സ്നേഹിക്കുന്ന, മക്കളുള്ള, മക്കളില്ലാത്ത എല്ലാ അച്ഛനമ്മമാർക്കും വലിയൊരു സന്ദേശമാണ് ഈ സിനിമയിൽ കൂടി. ഇങ്ങനൊരു ആശയം മലയാള സിനിമയിൽ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അതിന് ഇത് ഡയറക്റ്റ് ചെയ്ത, പ്രൊഡ്യൂസ് ചെയ്ത, അഭിനയിച്ച എല്ലാ ക്രൂസിനും പ്രത്യേക നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സത്യം ഈ സിനിമ കഴിഞ്ഞ് എല്ലാവരും മിണ്ടാൻ പറ്റാതായി പോയില്ലേ.
അപ്പം അത് സംവിധായകൻ്റെയോ അഭിനയത്തിൻ്റെയോ അല്ലെങ്കിൽ കലാകാരന്മാരുടെ വിജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട ഡിയർ ഫ്രണ്ട്സ്, ഒരു പേഴ്സണലി ഹർട്ടാകുന്നൊരു ഫിലിമാണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ടിൻ്റെ യഥാർത്ഥത്തിലൊരു ഭയങ്കര സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ഷോർട്ട് ഫിലിം. ഇത് ഈ ചെറിയ തിയേറ്ററിൽ ഇത്രയും ചുരുങ്ങിയ ഓഡിയൻസിൻ്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. ഇത് ഒരുപാട് ഹോസ്പിറ്റലുകളിലും ഒരുപാട് ഫാമിലീസിലും ഒക്കെ ഇതിനൊരു റീച്ച് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യം. ഒരുപാട് മാർക്കറ്റിംഗ് ഉള്ള ഒരു സിനിമയേക്കാൾ കൂടുതൽ ഇത് വളരെയധികം സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫിലിം. ഇത് പലരെയും പേഴ്സണലി ഹർട്ടാണ്. ഞാൻ ഞെട്ടി ഇരിക്കുകയാണ്. അത്ര മനോഹരമായാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതൊരു ഷോർട്ട് ഫിലിം കണ്ട പ്രതീതി അല്ല എനിക്കുണ്ടായത്. ഒരു തിയേറ്ററിൽ ഫുൾ സിനിമ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2.25 മണിക്കൂർ 2-10 മണിക്കൂറോ ഇരുന്ന് കണ്ട ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത്. മനോഹരം എന്നത് വേണം പറയാൻ. കാരണം ഇതിൽ അഭിനയിച്ചവരും ഇതിൻ്റെ ടെക്നിക്കൽ പെർഫെക്ഷനും ഒക്കെ ഉണ്ട്. ബംഗളൂരിൽ വെച്ചൊക്കെ ചെയ്താണെങ്കിൽ പോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ക്യാമറ വർക്ക് എല്ലാം വളരെ ടച്ചിങ് ആയ ഒരു സിനിമയാണ്. സിനിമ തന്നെ എന്താ പറയുക, ഷോർട്ട് ഫിലിം എന്ന് ഞാൻ പറയുന്നില്ല, സിനിമ എന്ന് വേണം ഇതിന് പറയുവാൻ. എന്തായാലും സമൂഹത്തിന് വളരെയധികം ഉൾക്കാഴ്ച ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട് ഫിലിമാണിത്. ശ്രീമതി നീ ഹസ്ബൻഡും ഭാസ്കർ സാറിനെയും എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു സ്ക്രിപ്റ്റ് സമൂഹത്തിൽ എല്ലാവർക്കും കാണത്തക്ക, അതുപോലെ തന്നെ തുളസിദാസ് സാർ പറഞ്ഞ പോലെ സ്കൂളുകളിലും ഒക്കെ ഇത് പ്രചരിപ്പിക്കണം. സമൂഹത്തിനൊരു വലിയ കാഴ്ചപ്പാടും അതുവഴി വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഈ ഒരു കണ്ടേക്കുന്നത്. ഇത്തിരി ഇതിലൊക്കെ എന്തായാലും കൺഗ്രാജുലേഷൻസ്, നന്നായിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. AI ജനറേറ്റഡ് ആയ ആ ഒരു കൊച്ചുകുട്ടി എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. നിങ്ങളെ എല്ലാവരും വേദനിപ്പിച്ച് കാണുമെന്ന് തീർച്ചയാണ്. ഇടയ്ക്ക് എൻ്റെ കണ്ണിൽ 2 തുള്ളി കണ്ണീര് വന്നു എന്നുള്ളതും വാസ്തവമാണ്. പക്ഷേ എനിക്ക് ഒരു ആശ്വാസം കിട്ടിയ തൊട്ടപ്പുറത്ത് നിന്ന് പത്മിനി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വലിയ കുഴപ്പം തോന്നിയില്ല. MR ഗോകുമാർ ചേട്ടൻ കരയുന്നുണ്ടായിരുന്നു തോന്നുന്നു. അത് 2ാമത്തെ പ്രാവശ്യം ആണെങ്കിൽ പോലും. എന്തായാലും ഇത്ര ഫീലിങ്സോടുകൂടി ഈ ഒരു 22 മിനിറ്റ്സ് ഞങ്ങളിവിടെ പിടിച്ചിരുത്താൻ സാധിച്ചത് ഒരു ഡയറക്ടറിൻ്റെ കഴിവ് തന്നെയാണ്. ആ സ്ക്രിപ്റ്റ് ആയാലും ശരി, അതിൻ്റെ ഡയറക്ഷൻ ആയാലും ശരി, അതിൻ്റെ ക്യാമറ, അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആക്ടിങ് സൈഡിലും പിന്നെ ഓഫ് കോഴ്സ് അതിന് മുൻകൈ എടുത്ത പ്രൊഡ്യൂസർ ഭാസ്കർ ചേട്ടൻ ശരിക്കും പറഞ്ഞ അത്രയും നല്ലൊരു പ്രോജക്റ്റാണ്. വലിയ അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന പ്രോജക്റ്റാണ് ഈ സ്റ്റാർസ് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഈ പറഞ്ഞ പോലെ ഇത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യണം. താങ്ക് യു. സോ ഇങ്ങനൊരു സബ്ജക്റ്റ് ടേക്കപ്പ് ചെയ്യാൻ കാണിച്ച കോൺഫിഡൻസിനും ബോൾഡ്നെസ്സിനും ഒക്കെ ഒരു വലിയ കൈയടി തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. ഇത് ഒരുപാട് ചർച്ചകൾക്ക് വഴിതിരിക്കുന്ന ഒരു ഡയറക്ഷനിലേക്ക് ട്രസ്റ്റ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള എസ്പെഷ്യലി പ്രവാസികൾ എന്ന് പറയുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള, ഒരു പവറുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ട് ലവേഴ്സ് എല്ലാ കാലത്തും മലയാള സിനിമയ്ക്കും മലയാളത്തിലെ ആർട്സിനും കൾച്ചറിനും ഒക്കെ ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് വർക്കുകൾ കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു ഫോർ ദിസ് ചാൻസ്. മിസ്സസ് ലിയെ പോലെ തന്നെ ഞാനും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ ദൈവം തരുന്ന സ്വത്തുക്കളെ നമ്മളായിട്ട് നശിപ്പിക്കരുത്. ആ ഒരു മെസ്സേജ് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റി. ഞാനും ഒരു സമയത്ത് കടയിൽ നിന്ന് കരഞ്ഞുപോയി. സോ അതുകൊണ്ട് എല്ലാവിധ ആശംസകളും. ഒരുപാട് തവണ നമ്മൾ കേട്ടു AI ആ കുഞ്ഞിനെ ക്രിയേറ്റ് ചെയ്ത അതിന് ആ ഡയലോഗ്, ഈ സംസാരം വായേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട 2 കലാകാരന്മാരെ നിങ്ങൾ പരിചയപ്പെടണം. അവർ തിരുവനന്തപുരത്തുകാരാണ്. മായൻ സ്റ്റുഡിയോയിലെ ശ്രീ ബിബിൻ ആൻഡ് അരുൺ. വലിയൊരു കയ്യടി അവർക്കാണ് കൊടുക്കേണ്ടത്. അവരെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. മായൻ ഡിജിറ്റൽ സ്റ്റുഡിയോയിലെ ബിബിനും അരുണും. അപ്പോൾ ലിനി എന്ന് പറയുന്ന സംവിധായക
ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. കാരണം കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വേദനയാണ്. ഒരു കുഞ്ഞുണ്ടാവാതിരിക്കുന്നതിൻ്റെ വേദന നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പേര് അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ആ ഭയങ്കരമായിട്ട് ആ ഒരു സിനിമ എന്ന് തന്നെ പറയാം. ഒരു 20 മിനിറ്റ് നമുക്ക് ഭയങ്കര ഒരു സിനിമയായിട്ട് തോന്നി. ഭയങ്കര ഫീൽ ചെയ്തു. ഇതിനകത്ത് ഒരുപാട് വിശിഷ്ട അതിഥികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ പറയാൻ വാക്കുകളില്ല. ഞാൻ അതിനകത്തിരുന്ന് സത്യം പറഞ്ഞാൽ കരഞ്ഞു. ഞാനൊരു ട്രാൻസ്വുമണാണ്. അപ്പോൾ നമുക്ക് കുട്ടികളോടുണ്ടാവുന്ന സ്നേഹം എന്ന് പറയുന്നത് അത് എത്രത്തോളം പറഞ്ഞ് തീർക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവില്ല, വേദന എന്തെന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അത് നഷ്ടപ്പെടുത്തുന്ന പേരൻസിന് ഒരു വലിയൊരു മറുപടിയാണ് ഈ ഒരു സിനിമ. ഇത് കാണണം, ഈ ഒരു ഷോർട്ട് മൂവി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. വലിയൊരു സിനിമയാവട്ടെ, അല്ലെങ്കിൽ ഇത് വലിയ വലിയ പ്ലാറ്റ്ഫോമുകളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്തേ. പൊതുവെ സിനിമ നിർമ്മാണത്തിന് മലയാളികൾ ആരും കടന്നു വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് സക്സസ് ആകുമോ എന്നുള്ളൊരു ഭയമാണ്. പക്ഷെ ഇവിടെ കേട്ടിടത്തോളം സിനിമയ്ക്ക് ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ, ഒരു ഹീറോ എന്ന് പറയുന്നത് കഥ തന്നെയാണ്. ആ കഥയെ വളരെ ഭംഗിയായിട്ട് വിഷ്വൽ ചെയ്തെടുക്കുന്ന ഒരു ഡയറക്ടറാണ് അതിലെ ഹീറോ എന്ന് പറയുന്നത്. കാരണം ഇത്രയും ചെറിയൊരു ഷോർട്ട് ഫിലിമിനെ പറ്റി ഇത്രയധികം നല്ല വാക്കുകൾ ഇവിടെ ഹൃദയസ്പർശിയായ കണ്ണുനീരോടുകൂടി ഇല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അതിൻ്റെ ഡയറക്ടറുടെ മേക്കിംഗ് പവർ തന്നെയാണ്. ഇവിടെ സൂപ്പർ സ്റ്റാറുകൾ ആരുമില്ല. ഒരു കൊച്ചു കഥ, ആ ഒരു കൊച്ചു കഥയെ ഇത്രയ്ക്ക് ഭംഗിയായി അവതരിപ്പിക്കാൻ ഇവിടെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹീറോ എന്ന് പറയുന്നത് ഡയറക്ടറും കഥയും തന്നെയാണ്. ഈ ഒരു ഡയറക്ടറും കഥയും ഉണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ വരണം. ആ പ്രൊഡ്യൂസറും ഇവർക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ സദസ്സിൽ ഈ ഒരു സിനിമ ഇവിടെ അവതരിപ്പിക്കാൻ പറ്റിയത് അവരുടെ ഭാഗ്യമായി കരുതുന്നു. മേലും നല്ല നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ആ നല്ല നല്ല സിനിമകൾ മലയാളികൾ അംഗീകരിക്കട്ടെ. ഇവിടെ മലയാളികൾ തിയേറ്ററിൽ വരാത്തതാണ് സിനിമയുടെ പതനത്തിന് കാരണം. കോടികൾ മുടക്കി സിനിമ ഉണ്ടാക്കിയിട്ടും സിനിമ കാണാൻ ആളുകൾ വരാറില്ല. പക്ഷേ നല്ല കഥകൾ, കൊച്ചു കൊച്ചു സിനിമകൾ, നല്ല നല്ല തലയിൽ ക്രിയേറ്റിവിറ്റിയുള്ള ഡയറക്ടേഴ്സ് ഇവിടെ ഇതുപോലത്തെ സിനിമകൾ പ്രദർശിപ്പിക്കുന്നു. അത് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതൊക്കെ തന്നെയാണ് നല്ല സിനിമകൾക്കുള്ള മാനദണ്ഡം. കണ്ണ് നിറഞ്ഞു പോകും. ആര് കണ്ടാലും കണ്ണ് നിറഞ്ഞു പോകും. ആ രീതിയിലാണ് ഈ ഷോർട്ട് ഫിലിം ചിത്രീകരിച്ചിരിക്കുന്നത്. അത്ര മനോഹരമായി അവസാന നിമിഷം ആ കുട്ടി ഇല്ലാതാവുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഹൃദയമുള്ളവർ കരഞ്ഞു പോകും. പ്രത്യേകിച്ച് ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ നിർമ്മാതാവിനും ഇതിൻ്റെ ക്രൂ എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഈ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ഈ ഷോർട്ട് ഫിലിം അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇത് വളരെയധികം സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ഷോർട്ട് ഫിലിമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി കുട്ടികളുടെ സുരക്ഷിതത്വം, മാതാപിതാക്കളുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുട്ടികളില്ലാത്തവരുടെ ദുഃഖം, കുട്ടികളുടെ ആരോഗ്യം, ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഈ ഷോർട്ട് ഫിലിമിൽ ഒരൊറ്റ ഫ്രെയിമിൽ ഒരു 20 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ സംവിധായക അത് ചിത്രീകരിച്ചു. വളരെ നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ്. എല്ലാ അഭിനന്ദനങ്ങളും അതിൻ്റെ നിർമ്മാതാവിനും എല്ലാ അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. 22 മിനിറ്റായിട്ട് നില തിയേറ്ററിൽ ഒരു ഷോർട്ട് ഫിലിം കാണുകയായിരുന്നു. ഷോർട്ട് ഫിലിമിൻ്റെ പേര് സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു മ്ലാനതയാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് വളരെ ഇതുവരെ ആരും ടച്ച് ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണ്. അതായത് ഗർഭചിത്രം അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. നമ്മൾ വളരെ ലളിതമായിട്ട് പല കുടുംബങ്ങളിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കുട്ടികളെ വേണ്ടെന്ന് വെച്ചു, അത് കളഞ്ഞു എന്ന് പറയും. ഈ കളഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ജീവനാണ് പോയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ
ആ ഒരു ഹൈലൈറ്റാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായക എടുത്തു പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പ്രൊഡ്യൂസർ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് വലിയൊരു സല്യൂട്ട് കൊടുത്തേ പറ്റൂ, ഒരു ബിഗ് സല്യൂട്ട്. കാരണം അതൊന്നാമത് AI ജനറേറ്റഡ് ആയിട്ടൊരു കൊച്ചുകുട്ടിയെ ഇതിനകത്ത് കാണിച്ച് ആ കൊച്ചുകുട്ടിയുടെ വ്യൂ പോയിന്റിലാണ് ഈ സിനിമയല്ല ഷോർട്ട് ഫിലിം, സിനിമ എന്ന് തന്നെ പറയാം. കാരണം സിനിമയുടെ അത്രയും തന്നെ മനോഹരമായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യൂ പോയിന്റിൽ പറഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവർക്കും വളരെ ടച്ചിങ് ആയിട്ട് വളരെ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇത് എടുത്തിട്ടുണ്ട്. 22 മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വിമിഷ്ടപ്പെട്ടാണ് ഇരുന്നത്. ഞാൻ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ എല്ലാവരും അതേ മൂഡിലായതുകൊണ്ട് പിന്നെ വലിയ വിഷമം തോന്നിയില്ല. കാരണം എല്ലാവരുടെയും കണ്ണു നനയുന്ന ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്. എനിക്കൊരു വാക്കേ പറയാനുള്ളൂ, ഇത് വളരെ വ്യത്യസ്തമായ ഒരു ഷോർട്ട് ഫിലിമാണ്. സാധാരണ ഇത് നമ്മൾ കാണുന്ന രീതിയിൽ ആ ഒരു അപ്രോച്ചിന് ഇതിനെ കാണരുത്. ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് ലോകം മുഴുവൻ എത്തിക്കണം. ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന ആ സന്ദേശം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഉദ്ദേശിക്കാത്ത പ്രതലത്തിൽ ഒരു തീം ഈ ഡയറക്ടർക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. വളരെ വളരെ ഗംഭീരമായി 22 മിനിറ്റ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എത്രയോ സമയം, ഒരു ജീവിതം മൊത്തം നമ്മൾ ഈ സംഭവം ദർശിച്ചിട്ട് അവസാനം അതിൻ്റെ സീനിൽ വരുന്ന പോലെയാണ് നമുക്ക് തോന്നിയത്. സോ വളരെ ഗംഭീരമായിട്ടുള്ള ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഈ ഡയറക്ടർക്ക് ഇനിയും പലതും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആശിക്കുന്നു. അവരെ അതിനുവേണ്ടി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നീള തിയേറ്ററിൽ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു നല്ല സിനിമ കണ്ടിട്ട് ഇറങ്ങുകയാണ്. അതൊരു ഷോർട്ട് ഫിലിമാണ്. 22.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. എങ്കിലും ഒരു മുഴുനീള ചിത്രം കണ്ട ഒരു സുഖമുണ്ടായിരുന്നു. ഒരു നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു പ്രമേയമാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ കഥാകാരിയും സംവിധായികയും ലിനി സ്റ്റാൻലി ആണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചുമതലയൊക്കെ വഹിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ശ്രീ എടത്തോടി ഭാസ്കരൻ സാറാണ്. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇത്തരം നല്ല സിനിമകൾ ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് അദ്ദേഹം. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കിരാതം എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുന്നുണ്ട്. അത് സെപ്റ്റംബർ മാസത്തിലാണ് ആ സിനിമ റിലീസാവുന്നത്. തീർച്ചയായും ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചെറിയ ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛൻ മാഷ് എന്നാണ് അതിൻ്റെ പേര്. അതിൽ അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു നല്ല സിനിമ കണ്ട ഒരു പ്രതീതി, ഒരു സുഖമുണ്ട്. എല്ലാവർക്കും ഈ സിനിമയുടെ എല്ലാ അണിയറ ശില്പികൾക്കും നന്ദി, നമസ്കാരം. ഈ സിനിമ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ഇത് ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗോപകുമാർ സാറ് ബേറിൽ വന്ന് കണ്ടു. അന്ന് ഞാനും അദ്ദേഹവും കരഞ്ഞു പോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വീണ്ടും ഒന്ന് കരയിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ശരിക്കും ഉണ്ടായത്. അപ്പോൾ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു പ്രമേയം, അത് ഇപ്പോൾ അബോർഷനെ കുറിച്ച് നമ്മൾ പല സിനിമകളിലും പല കഥകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഇമ്പാക്റ്റ്, അത് ചെയ്തു കഴിഞ്ഞാലുള്ള ദോഷം, ദൈവം തരുന്ന ഒരു എന്താ പറയുക, ഒരു ഗിഫ്റ്റ് നമ്മൾ ഇല്ലാതാക്കുമ്പോഴുള്ള വിഷമം ശരിക്കും ആ സിനിമയിൽ നമ്മൾ ചെറിയ 22 മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ പോലീസ് കമ്മീഷണർ അഭിപ്രായപ്പെട്ട പോലെ എല്ലാ സ്കൂളുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ എത്തിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതൊരു നല്ലൊരു സന്ദേശമാണ്. എല്ലാവരും കാണേണ്ടതാണ്. വധുവരന്മാർ കാണേണ്ടതാണ്, കുട്ടികൾ കാണേണ്ടതാണ്. ആർക്കും ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും കാണേണ്ട ഒരു പ്രമേയമാണ് ഇതിനകത്ത്. അപ്പോൾ ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള ലിനി പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ ഞാനതിൻ്റെ കൂടെ നിന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ നിന്നതിന് കൊണ്ട് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഓരോ പ്രോജക്റ്റ് വരികയാണ്. ബെർണിൽ വേറൊരു ഷെൽട്ടർ എന്ന് പറഞ്ഞൊരു 4 ഷോർട്ട് ഫിലിമുള്ളൊരു ആന്തോളജി മൂവി റിലീസ് ചെയ്തു. അവിടെ 7 ദിവസം കളിപ്പിക്കുകയും ചെയ്തു തിയേറ്ററിൽ. പിന്നെ ഇപ്പം എൻ്റെ അടുത്ത പടം ഒരു മുഴുനീള പടമാണ് വരുന്നത്, കിരാത. അതിൽ ഒരു നടന്ന കഥയാണ്. കോന്നി ഏരിയയിൽ ഫോറസ്റ്റിൽ നടന്നൊരു കഥയാണ്. അത് നന്നായിട്ടുണ്ട്. അത് ഞാൻ കണ്ടു. കുഴപ്പമില്ല, എല്ലാവരും സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ അതിനും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.
എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എടത്തൊടി ഭാസ്കരൻ. ഞാൻ ലിനി സ്റ്റാൻലി, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിൽ നീള തിയേറ്ററിൽ ഇന്ന് പ്രദർശിപ്പിച്ച ഈ ഹ്രസ്വചിത്രം സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ഇത്രയും വലിയ നല്ലൊരു റിവ്യൂ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബഹ്റൈനിൽ അത് പ്രദർശിച്ചപ്പോൾ അത് കണ്ടിരുന്നു. എങ്കിലും കേരളത്തിൽ വരുമ്പോൾ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളവരാണല്ലോ, കൂടുതലും പല ഫിലിമും കണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അനുഭവസ്ഥരാണ്. അപ്പോൾ അവരിൽ നിന്നും പല സെലിബ്രിറ്റീസ്, ഗോകുമാർ സാർ ഓൾറെഡി ബഹ്റൈനിൽ വന്നിരുന്നു. കൂടാതെ ഇവിടെ ഇന്ന് നമുക്ക് ശ്രീ ദിനേശ് പണിക്കർ, ശ്രീ പന്തളം ബാലൻ, അങ്ങനെ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ, തുളസീദാസ് സാർ, നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ തുളസീദാസ് സാർ, അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഇവരുടെയൊക്കെ വാക്കുകൾ കൂടെ എനിക്ക് മനസ്സിലാകുന്നത് അത് കൂടുതൽ ഭയങ്കര എങ്ങനെയാണോ ബഹ്റൈനിൽ അവർ ചെയ്തത് അതേപോലെയുള്ള ഒരു ഫീഡ്ബാക്കാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. ഇത് മുന്നോട്ടേക്ക് ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ള രീതിയിൽ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാനായിട്ടാണ് എല്ലാവരും പറയുന്നത്. അതങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സാധ്യമാകട്ടെ. ഇതിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും, എല്ലാ മീഡിയ പ്രവർത്തകരോടും, എല്ലാ ഫോട്ടോഗ്രാഫേഴ്സ്, വീഡിയോഗ്രാഫേഴ്സ് എല്ലാവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ, ഞങ്ങളുടെ ഈ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ക്രൂസിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എൻ്റെ കൂടുതൽ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ ഹസ്ബൻഡ് സ്റ്റാൻലി തോമസ്, എൻ്റെ മക്കൾ, ഇവരുടെ എല്ലാം സപ്പോർട്ടും കൂടെയാണ് ഇത് സാധ്യമായത്. പിന്നെ ഇതിനു വേണ്ടി ഓടി നടന്നിട്ടുള്ള പലരും ഉണ്ട്. പ്രത്യേകിച്ച് വിനോദ് ആറ്റിങ്ങലിൻ്റെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ആക്ട് ചെയ്തിട്ടുള്ള ശ്രീ വിനോദ് നാരായണൻ, ഇതിലെ എല്ലാ ആക്ടേഴ്സും, പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ക്യാമറ എല്ലാം നിർവഹിച്ചിരിക്കുന്ന ജേക്കബ് ക്രിയേറ്റീവ് ബീസ്, ഇവരെല്ലാം ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ നല്ലൊരു റെസ്പോൺസാണ് ഇന്നത്തെ ഒരു ദിവസം കിട്ടിയിരിക്കുന്നത്. 3D AI എന്നുള്ള ആദ്യത്തെ ഹ്രസ്വ മലയാള ചിത്രം 3D AI എന്നതിന് ആ ഒരു വ്യാഖ്യാനം അനർത്ഥമാക്കാൻ സഹായിച്ചത് അരുണാൻ ബിബിൻ മൈൻസ് ട്രിവാൻഡ്രമാണ്. അവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാ ഓഡിയൻസിനും ഹൃദയം നിറഞ്ഞ നന്ദി. ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അവരത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് എല്ലാം ഓക്കെയാണ്. ആക്ടേഴ്സും പിന്നെ അവർക്കുള്ള പരിമിതി നമുക്കറിയാം. അവിടെ വെച്ച് അത്രയൊക്കെ പറ്റത്തുള്ളൂ. കുറച്ചുകൂടെ ഇവിടെയൊക്കെ ആണെങ്കിൽ അവർ കുറേ കൂടെ വൈഡ് റേഞ്ചിൽ ചെയ്തതിനെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. എങ്കിലും ആ പരിമിതി മോശമാവാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ സപ്പോർട്ട് ഉള്ളപ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഡയറക്ടർ ലിനി എന്തായാലും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത്രയും നല്ലൊരു സംഭവം. ഇത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ എല്ലാവരും പറഞ്ഞ പോലെ ഇത് എല്ലാവരും വൈഡ് റേഞ്ചിൽ ഇത് കാണണം. നമ്മൾ എന്തായാലും അതുകൊണ്ടുള്ള ഫലം ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോൾ 1-2 ഇടത്തെ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഞങ്ങളുടെ സപ്പോർട്ട്, നമ്മുടെ പടത്തിനൊപ്പം തന്നെ ഞങ്ങളും ഇതുകൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനുള്ള പ്ലാനോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ഞങ്ങളെ വഴിയും എല്ലാ രീതിയിലും ഇത് നല്ല രീതിയിൽ എല്ലാവരും അറിഞ്ഞു വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. നല്ലൊരു ഷോർട്ട് ഫിലിമായിട്ട് വിജയിക്കട്ടെ. എല്ലാവരും നന്ദി അറിയിക്കുന്നു.